നമസ്കാരം. വയനാടിനെ ഒരു വലിയ ദുരന്തമായി നോക്കി കാണുമ്പോൾ തന്നെ അതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഗംഗാവലിയിലുണ്ടായ ആ വലിയ ദുരന്തം ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ വാർത്തകളിലെല്ലാം അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അർജുനും താൻ സഞ്ചരിക്കുന്ന ലോറി ഉൾപ്പെടെ കാണാതായത്, മറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചിലരെയും കൂടെ ആ ഒരു വലിയ മണ്ണിടിച്ചിലും മറ്റും കാണാതായത്, ശക്തമായ മഴയിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പല തവണയുള്ള തെരച്ചിലുകളൊക്കെ നടത്തിയിട്ടും ഇതുവരെയും യാതൊരു തുമ്പും ലഭിക്കാതെ ഇരിക്കുന്നൊരു സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുങ്ങൽ വിദഗ്ധനും എല്ലാവർക്കും പ്രിയങ്കരനുമായ ഈശ്വർ മാൽപേ താൻ തുടർമാനമായ തെരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോറിയുടെ ഭാഗം കണ്ടെത്തി, ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്ന് പറയപ്പെടുന്നു. അത് അർജുൻ സഞ്ചരിച്ച ലോറിയാണോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ഇന്നത്തെ തെരച്ചിലിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കുടുംബം ഉൾപ്പെടെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്, അർജുൻ ആപത്തൊന്നും സംഭവിക്കരുത്, അദ്ദേഹം ജീവനോടെ ലഭിക്കണമെന്ന്. എന്നാൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. ഏതായാലും ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് അധികം താമസിയാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കണ്ണീരും വേദനയുമായിട്ട് കടന്നു പോകുന്ന ആ കുടുംബത്തിൻ്റെ വേദന നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ എല്ലാ കണ്ണുകളും കർണാടകത്തിലേക്ക് വീണ്ടും തിരികുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കി കാണുന്നു. ഈ ദിവസങ്ങൾ അതിനുള്ളൊരു ശുഭ റിപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് നോക്കിക്കാണാം. ആ കുടുംബത്തിന് ഒരു ആശ്വാസ വാക്കെങ്കിലും പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ കൂടെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.